Hello, welcome to Market Discussion of the Day. Today, 26th of May 2025. Monday ആണ് പുതിയൊരു വീക്കാണ്. സോ ഈ വീക്കിലത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഈ വീക്ക് GDP ഡേ ആണ്. GDP വീക്ക് എന്ന് പറയും. GDP അനൗൺസ്മെന്റ് ഉള്ള വീക്കിന് നമ്മൾ GDP വീക്ക് എന്ന് പറയും അല്ലേ. അപ്പം GDP വീക്കാണ്. അത് മാത്രമല്ല ഇന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ്. ഇന്ന് നമുക്ക് എന്താ പറയുക മാർക്കറ്റ് അവധിയാണ്. മാർക്കറ്റ് മൂവ് ചെയ്യുന്നതൊക്കെ കാണാം, പക്ഷെ മാർക്കറ്റിൽ ഇന്ന് അവധിയാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ചിലപ്പോൾ നമ്മളെടുക്കുന്ന ട്രേഡുകൾ എന്താ പറയുക ഭയങ്കര ഗ്യാപ്പ് വന്ന് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഗ്യാപ്പ് വരുന്നതിലൂടെ നമ്മളിടുന്ന സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്യാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം ഇന്ന് റിസ്കി ഡേ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഏതെങ്കിലും പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് ഹെഡ് ചെയ്ത് ഇടുകയോ അത് ക്ലോസ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്നാലും ഒരു ജസ്റ്റ് ഒരു റേഞ്ചൊക്കെ ഒരു ഐഡിയ, നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്യാനുള്ള റേഞ്ചിനെ കുറിച്ചൊക്കെ ഞാനൊരു ഐഡിയ തരാം. അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫോറക്സ് ട്രേഡിംഗ് എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്ന ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് നാളെയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4 ദിവസത്തെ കോഴ്സാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ട് സെയിം കണ്ടന്റ് പറയുന്ന കോഴ്സായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് പറയാനായിട്ടുള്ളത് സീരിയസ്, ഒരുപാട് ആൾക്കാർ വെറുതെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, അത്യാവശ്യം സീരിയസ് ആണ്, ഇത് പഠിക്കണം എന്നുള്ള ആൾക്കാർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക എന്ന് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ ഓക്കെ, ഈ 4 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ക്ലാസ് ആണ്. ഓക്കെ, ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ആ 4 ദിവസത്തെ ക്ലാസ് മതിയാവും ഒരാൾക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അത് ഫ്രീ കോഴ്സാണ്. അതിനുശേഷം നമ്മൾ ഡെയിലി ബേസിസിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണിക്ക് മാർക്കറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നൊരു ലൈവ് പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അത് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും കയറാം. അത് കയറി കഴിഞ്ഞാൽ ഒരു ഓവർ എ പോയിന്റ് ഓഫ് ടൈം നമ്മളൊരു ട്രേഡറായി മാറും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അത്രയും മതിയാവും. ഓക്കെ, സോ അത് അല്ല, അതിൽ കൂടുതൽ അറിയണം, ഫോറക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് നമ്മൾ 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജൂലൈ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ അതിന്റെ ഫീസും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും അറിയണം എന്നുണ്ടെങ്കിൽ അത് 1 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് കേട്ടോ. ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സോ ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ്. അതേപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് അവധിയാണ്. ഓക്കെ, സോ മാർക്കറ്റ് അവധി ആയതുകൊണ്ടിട്ട് തന്നെ ഇന്ന് ഭയങ്കര റിസ്കി ഡേ ആണെന്നുള്ളതാണ്. ഓക്കെ, സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം മാർക്കറ്റിലോട്ട് ഇറങ്ങുക. അപ്പം ഇന്ന് നമ്മുടെ ഫണ്ടമെന്റൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഈ ആഴ്ചത്തെ ഫണ്ടമെന്റ്സ് നമ്മൾ നോക്കിയാൽ ഇന്ന് പ്രത്യേകിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് ഈ ECB പ്രസിഡന്റ് ലഗാർഡിന്റെ സ്പീച്ച് ഉണ്ട് 2:20 UK ടൈമിങ്ങിന്. ഓക്കെ, സോ നാളെ നമുക്ക് പ്രത്യേകിച്ച് ന്യൂസ് രാവിലെ കൺസ്യൂമർ പ്രൈസ് എക്സ്പെക്ടേഷൻ യൂറോയിലെ ബാധിക്കുന്ന ന്യൂസ് ഉണ്ടാവും. അതിനുശേഷം 1:30 മണിക്ക് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഉണ്ട്. അതിനുശേഷം 3 മണിക്ക് CB കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ് ഉണ്ട്. ഇതൊന്നും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ന്യൂസ് അല്ലെങ്കിലും ഉറപ്പായിട്ടും വോളറ്റാലിറ്റി ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. ഓക്കെ, പിന്നീട് നമ്മൾ ന്യൂസ് നോക്കുകയാണെങ്കിൽ മറ്റന്നാൾ നമുക്ക് ടെക്നിക്കൽ ഫോളോ ചെയ്ത് പോകാൻ പറ്റും. വ്യാഴാഴ്ച നമുക്ക് GDP അനൗൺസ്മെന്റ് ആണ്. 1:30 മണിക്കാണ് GDP അനൗൺസ്മെന്റ് വരുന്നത്. അതിനുശേഷം എല്ലാ വ്യാഴാഴ്ചയും വരുന്നത് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട്, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് വരുന്നുണ്ട്. വെള്ളിയാഴ്ചയും നമുക്ക് ജപ്പാൻ എന്ന് JPY എന്ന് റീറ്റെയിൽ സെയിൽസ് ഉണ്ടാവും. ഓക്കെ, സോ വ്യാഴാഴ്ച രാത്രി തന്നെ JPYയിലുള്ള പൊസിഷൻസ് ഉള്ള ആൾക്കാർ ക്ലോസ് ചെയ്ത് മാറി നിൽക്കുക. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കോണം ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല. ബാക്കി നമുക്ക് വെള്ളിയാഴ്ച നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മളെല്ലാ ന്യൂസുകളും നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടൊന്നും പറ്റൂല അല്ലേ. സോ അതുകൊണ്ടിട്ട് അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം ഫണ്ടമെന്റൽ സൈഡിൽ നിന്നുള്ളത്. പക്ഷേ
പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ എന്താണ് മനസ്സിലാക്കി പോവുക. ഓക്കെ, പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, സോ പൊളിറ്റിക്കൽ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറോപ്യൻ യൂണിയന്റെ അടുത്ത ഓൾമോസ്റ്റ് 50% താരിഫ് US ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് വളരെ എന്താ പറയുക, വലിയൊരു അനൗൺസ്മെന്റ് ആണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ യൂറോപ്പ് മൊത്തത്തിൽ യൂറോപ്പിന്റെ പണി പാളും. ഓക്കെ, സോ യൂറോപ്യൻ കമ്പനീസ് US മാനുഫാക്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്, അല്ലാത്ത പക്ഷം ഇവർക്ക് ഈ 50% താരിഫ് ഉണ്ടാവും എന്നുള്ളൊരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അത് അഫക്റ്റ് ചെയ്യും. യൂറോ ഇപ്പോൾ അത്യാവശ്യം നല്ല മുകളിലാണ്. അവിടുന്ന് നമ്മൾ പറയുന്നത് പോലെ 1.100 എത്തിപ്പെടാനായിട്ട് വലിയ പാടൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ന്യൂസുകൾ കൊണ്ടൊക്കെ നമുക്കറിയാൻ പറ്റുന്നത്. ഓക്കെ, അതേപോലെ തന്നെ US UK പറ്റി അത്യാവശ്യം നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ GDP മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി തന്നെയാണുള്ളത്. കാരണം അത് ബ്രേക്ക് ഔട്ടായി. കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും വലിയ ഒരു റേറ്റ്, അതിലേക്കൂടെ GDP വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിച്ചു പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ പറയാ, ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ടിട്ട് തന്നെ US ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടാവും. ഓക്കെ, പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടാവും. ഈ ഗെറ്റ് ടുഗദറിനൊക്കെ US പ്രസിഡന്റ് വിളിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കി പോവുക. ഇന്ത്യൻ ടൈമിംഗ് 6:30 ശേഷം മാർക്കറ്റിൽ നിന്ന് മാക്സിമം ഒരു ട്രേഡ് പോലും എടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ മേക്ക് ഷുവർ ചെയ്താൽ അത്രയും നല്ല, നമ്മൾ സേഫ് സൈഡിലായിരിക്കും. കാരണം അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ വളരെ കുറച്ച്, അതായത് 4 ദിവസത്തെ അവധിയുണ്ട്. ഓക്കെ, വെള്ളിയാഴ്ച 3 ദിവസത്തെ അവധിയുണ്ട്. ഞായർ, തിങ്കൾ, ശനി, ഞായർ, തിങ്കൾ. അപ്പം ഉറപ്പായിട്ടും ട്രേഡേഴ്സ് കുറവായിരിക്കും. മാർക്കറ്റിലെ വോളിയം കുറവായിരിക്കും. മാർക്കറ്റിലെ വോളിയം കുറവായിട്ട് നമ്മൾ അവിടെ ട്രേഡ് ചെയ്യാൻ നിന്നാൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ചാൽ മതി. ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് ഒറ്റ വലിയ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാക്കി കളയും. ഓക്കെ, സോ അതുകൊണ്ടിട്ട് മാറി നിൽക്കുക എന്നുള്ളതല്ലേ ഏറ്റവും നല്ലതായിട്ടൊരു ഓപ്പർച്യൂണിറ്റി നമുക്കല്ലേ. നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും, കിട്ടാതൊന്നും എവിടെയും പോവില്ല. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ട്രേഡുകൾ എടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. റെക്കമെൻഡേഷൻസ് ഇല്ല എനിക്ക്. ട്രേഡിനെ പറ്റിയുള്ള ട്രേഡുകൾ എടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ടുള്ള റെക്കമെൻഡേഷൻസ് ഒന്നും തന്നെ എനിക്ക് ഇല്ല എന്നുള്ളത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് H1 എടുക്കട്ടെ. ഓക്കെ, സോ എന്താ പറയുക, നമുക്ക് JPYയിലോട്ട് വരുമ്പം JPYയുടെ ഇന്ന് ഏറ്റവും ലോ പോയത് JPY എത്രയാണ്? 142.2 ആ റേഞ്ചിലാണ് JPY ഏറ്റവും ലോയിലോട്ട് പോയത്. 142.244 ഈ റേഞ്ചിലാണ് JPY ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലോട്ട് പോയത്. ഓക്കെ, സോ JPY നമ്മൾ നേരത്തെ പറഞ്ഞത് 142 അവിടെ നിന്ന് ബൈ ചെയ്യാം. ഇപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് JPYയുടെ ഒരു റേഞ്ചാണ് 142. ഇന്ന് JPY പോവാനായിട്ടുള്ള റേഞ്ച് 142 to 143.4 വരെയാണ് JPY പോവാനായിട്ട്, സഞ്ചരിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, സോ എവിടെയാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ, നാളെ രാവിലെ 7:30 മണി, ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 142 അടുത്ത് കിട്ടിയാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് JPYയിൽ ഒരു ഓപ്പർച്യൂണിറ്റി പറയാനായിട്ടുള്ളത്. ഓക്കെ, അത് 141.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് വേണം നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി എടുക്കാനും. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോയുടെ ഇന്നത്തെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇത് റേഞ്ച് പറയുന്നത് ഇന്ന് എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ, നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഈ റേഞ്ചിന്റെ അകത്ത് നിന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ യൂറോയിലോട്ട് നോക്കുമ്പോൾ 1.1350 to 1.1450. ഇപ്പൊ യൂറോയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഏകദേശം ആ റേഞ്ച് ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബൈ, അല്ലെങ്കിൽ നാളെ എനിക്ക് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ നാളെ പ്രത്യേകിച്ച് ഒരു ഓപ്പർച്യൂണിറ്റിയും എനിക്ക് പറഞ്ഞു തരാനായിട്ടില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, യൂറോയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ ഒരു 1 ഡേ അല്ലെങ്കിൽ ഒരു 1 വീക്കില്
ഒരു 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 ഇത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം എത്രയാണ് ഇപ്പം ഓക്കെ 1.1536 വരെ പോയിട്ടുണ്ട്. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്നത് കഴിഞ്ഞ ഏകദേശം എത്രയാണ് ഓൾമോസ്റ്റ് ഒരുപാട് ഏകദേശം ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഏറ്റവും വലിയ പ്രൈസാണ്. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് നടക്കുന്ന ഏറ്റവും വലിയ പ്രൈസാണ് ഇപ്പോൾ നിൽക്കുന്നത് 1.1416 എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുന്നേ അതിന്റെ മുകളിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്കത് ഒരു അത്യാവശ്യം വലിയൊരു റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് ഞാനൊരു പ്രത്യേകിച്ചൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, എനിക്കത് അതിനുള്ള ധൈര്യമില്ല. ഓക്കെ, പക്ഷേ എന്താ പറയാ, നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളത് നോക്കി തന്നെ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, നമ്മളത് വീക്ഷിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. യൂറോയിൽ ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ 1.100 വരെ എത്താൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം 50% താരിഫ് US യൂറോപ്യൻ കൺട്രീസിന് എതിരെ യൂറോപ്യൻ യൂണിയനെതിരെ ഇടുന്നത് കൊണ്ടിട്ടും അതേപോലെ തന്നെ US കണ്ടിന്യൂസ് ആയിട്ട് തലവേദന ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു യൂണിയനാണ് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് എന്ന് ഓപ്പണായിട്ട് US പ്രസിഡന്റ് പറയുകയൊക്കെ ഉണ്ടായി. സോ അതൊക്കെ കൊണ്ടിട്ട് ഫണ്ടമെന്റൽ വൈസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളഞ്ഞൂടാം. ഓക്കെ, പക്ഷേ നമുക്ക് അവിടെ എന്നും പറഞ്ഞ് ഇവിടെ നിന്നൊരു സെല്ല് എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡും ചെയ്യത്തില്ല. ഓക്കെ, വേണമെങ്കിൽ ഞാൻ സെല്ലിനെ കുറിച്ചുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ പറയും, ആ ഒരു സമയത്ത് മാത്രം എടുത്താൽ മതിയാവും. കാരണം നമുക്ക് ഇന്നത്തെ ദിവസം എന്തായാലും ഒന്നും വേണ്ട, നാളെ നമുക്ക് നോക്കാം എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് യൂറോയിൽ. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP ഒന്നും വരാത്തെന്താ, GBP 1.3740 1.35740 കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും വലിയ ഹൈ ആണിത്. ഓക്കെ, GBPയിൽ അതായത് ബ്രേക്ക് ഔട്ടായി. എന്താ പറയാ, ഒരു കഴിഞ്ഞ വട്ടത്തെ ഹൈ ഒക്കെ ബ്രേക്ക് ഔട്ട്. അതായത് ഇത് നമ്മൾ വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഓക്കെ നോക്കൂ 1.3570 എവിടെയാണെന്ന് നല്ല വലുതാണ്. 2022 ജൂലൈ 11 2022 ഫെബ്രുവരിയിലാണ് ഈ പർട്ടിക്കുലർ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിനു മുന്നേ. ഓക്കെ, അത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് 2 വർഷത്തിന് ശേഷം ഏറ്റവും ഹൈയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് പോകാം. ചിലപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 1.300 കിട്ടാതിരിക്കാം. ഇങ്ങനെ മാർക്കറ്റിന്റെ ഈ ഒരു പോക്ക് കണ്ടിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് തന്നെ. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ GBP നോക്കി കാണണം എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത് GBPയെ കുറിച്ച്. ഓക്കെ, നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ GBP ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും ചിലപ്പോൾ റീട്രേസ്മെന്റിനൊക്കെ വരുമായിരിക്കും മാർക്കറ്റ്. ആ റീട്രേസ്മെന്റ് വന്നാൽ നല്ല കാര്യം. ഓക്കെ, നോക്കി ചെയ്യാം എന്തായാലും GBP. ഇതാണ് GBPയിൽ പറയാനായിട്ടുള്ളത്. നാളെ നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഇന്ന് എനിക്ക് ഒന്നും പറയാനായിട്ടില്ല. വേണമെങ്കിൽ 1.3590 അല്ലെങ്കിൽ 3600 അടുത്തൊക്കെ എടുക്കണം എന്നുള്ള ആൾക്കാർക്ക്, പക്ഷെ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യത്തില്ല. വേണം എന്നുള്ള ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് വേണമെങ്കിൽ ഒരു റിസ്കി സെല്ലെടുക്കാം. ഓക്കെ, നേരെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഞാൻ പറഞ്ഞ റേഞ്ചിൽ തന്നെയാണ് ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ റേഞ്ച് വിട്ടുപോകത്തില്ല എന്നൊന്നുമല്ല പറയുന്നത്. കാരണം ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ്. വേണമെങ്കിൽ 3330 ബൈ എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ബൈ എടുക്കാം. 3321 താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടിയും വരും. ഓക്കെ, 3360 വരെയാണ് ഇന്ന് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി. കാരണം കഴിഞ്ഞ ആഴ്ച ക്ലോസ് ആയത് 3360 ആ റേഞ്ചിലാണ്. ചിലപ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി തള്ളിക്കളഞ്ഞും കൂടാം എന്നുള്ളതാണ് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. ഇന്ന് ഗോൾഡിലും ട്രേഡ് ചെയ്യാതിരിക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ. നമുക്ക് നാളെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, എന്നിട്ട് നമുക്ക് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളെ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ ലൈക്ക് ചെയ്ത്
ആൾക്കാരിലോട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരിലോട്ട് എൻ്റെ വീഡിയോ എത്തിച്ച് അവരെ കോഴ്സിൽ ഇതിനെക്കുറിച്ച് കോഴ്സിൻ്റെ കാര്യം പറയുക, അല്ലെങ്കിൽ ഡെയിലി അപ്ഡേറ്റ് വേണം എന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ പറയുന്നതിന് മുന്നേയായിട്ട് ഇന്ന് ഹൈലി റിസ്കി ഡേ ആണ്. മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ എന്നൊന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.